അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ദൈവസഭയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ ചാനയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് അവർക്ക്, പ്രിയ അങ്കിള്, പ്രിയ റോസമാമ, പ്രിയ ആന്റി, ഒരിക്കൽ കൂടെ ഇങ്ങനെ സൂമില് കാണാൻ ദൈവവസരം നൽകി. ഇതിനു മുൻപ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും എനിക്ക് ഒരു അവസരം നൽകിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ദൈവനാമത്തിന് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 19 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന ദൈവസഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പരിചയമുള്ള, എന്നെ പരിചയമുള്ള, ഒരുപക്ഷെ ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇതിനകത്ത് ആരൊക്കെ അറ്റൻഡ് ചെയ്യുന്നു എന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പരിചയമുള്ള ആളുകളെയൊക്കെ കാണാനിടയായി. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഞാൻ 1 മാസത്തേക്ക് ഞങ്ങൾക്ക് കുടുംബമായിട്ട് ദുബൈയിൽ വരുവാൻ ദൈവം അവസരം നൽകി. അപ്പോൾ ഞങ്ങള് അലൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഒരു മീറ്റിങ്ങിനുള്ള ബന്ധത്തിലാണ് ഞാൻ ഇപ്പോൾ ഷാർജയിൽ എത്തേണ്ടതായിട്ട് വന്നു. അവിടെ ഇരുന്നാണ് സൂം ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഒരു അവസരം ഇവിടെ ഉള്ളവരെ ക്രമീകരിച്ച് തന്നു. പ്രത്യേകിച്ച് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സമയത്തിന് നമുക്ക് കൃത്യതയുണ്ടല്ലോ. എനിക്ക് നൽകപ്പെട്ട സമയത്തിന്, വിലപ്പെട്ട സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിനെ ഏൽപ്പിച്ച ഒരു ചിന്ത ശാന്തമായിട്ട് പറയുവാൻ കർത്താവിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. തികച്ചും ഈ യാത്ര യാദർച്ഛികമായതുകൊണ്ട് ഒരു മീറ്റിംഗ് നേരത്തെ ക്രമീകരിക്കാനോ ഒന്നും സാധിച്ചില്ല. എങ്കിലും കർത്താവ് കരുതിക്കൊണ്ടിരിക്കുന്നു, കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഈ ദേശത്ത് വരാൻ അവസരം ദൈവം നൽകിയത്. അതിന് മുഖാന്തരമായി തീർന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മുഖവരകൾക്ക് വിരാമമിട്ട് ദൈവദിന ധ്യാനത്തിനായി, ദൈവദിന ചിന്തയ്ക്കായി ഞാൻ സമയം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശാന്തമായിട്ട് ദൈവദിനം ശുശ്രൂഷിച്ച് തുടങ്ങുന്നു. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, പ്രതീക്ഷയോടെ കർത്താവിന്റെ വചനത്തിന് മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. നിശ്ചയമായി ദൈവമക്കളെ സംബന്ധിച്ച് ഇത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതര സമുദായത്തിലുള്ള ആളുകൾ ഉപവാസം എന്ന പേരിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്യദൈവത്തിന്റെ മുൻപിൽ അല്പസമയങ്ങൾ വേറിട്ടിരിക്കുവാൻ, ജീവന്റെ വചനം പ്രാപിപ്പാൻ ദൈവം നൽകുന്ന അവസരങ്ങൾ ഏറെ ഭാഗ്യമുള്ളത് തന്നെയാണ്. ഞാൻ അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ ഒരു ഭാഗമായി എനിക്കും തീരുവാൻ ദൈവം നിശ്ചയിച്ചത് ഓർത്ത് ഞാൻ എല്ലാ മഹത്വവും കർത്താവിന് ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം പ്രവചന പുസ്തകത്തിൽ നിന്ന് വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത് അധ്യായം, അതിന്റെ 18-19 വാക്യങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് വായിച്ച് സഹായിക്കുന്ന പതിവുണ്ടെങ്കിൽ അതൊരു സഹായം തന്നെയാണ് ശുശ്രൂഷകർക്ക്. തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിന്റെ ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. നിങ്ങൾ ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയില് വളരെ പ്രാർത്ഥനയോടെ, ചിന്തയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. യോവേൽ പ്രവാചകന്റെ പുസ്തകമാണ്. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ നമുക്കറിയാം. എങ്കിലും പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ വേഗത്തിലൊന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യോവേൽ പ്രവാചകൻ പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യങ്ങളാണ്. അതിനകത്ത് 3 പദങ്ങൾ പ്രാരംഭമായിട്ട്
ഒന്ന് എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, തീഷ്ണത. 2, ആദരിച്ചു. 3, ഉത്തരമരുളി. ഈ 3 പദങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തോട്ടൊന്ന് കയറാനാണ് ശാന്തമായിട്ട് ഞാൻ ഈ വചനം ശാന്തമായിട്ട് കൈമാറുന്നു. 1, തീഷ്ണത. 2, ഉത്തരം. 2, ആദരിച്ചു. 3, ഉത്തരമരളി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സംബന്ധിച്ച് അല്ലെങ്കിലുള്ള ബന്ധത്തിൽ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതും നമുക്കേറെ ധൈര്യം നൽകുന്നതുമായ, ബലം നൽകുന്നതുമായ 3 പദങ്ങളാണ്. തീഷ്ണത, ആദരിച്ചു, ഉത്തരമരളി. ഞാൻ ചോദിക്കട്ടെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ, ഈ 3 പദങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം തീഷ്ണത, ദൈവം എൻ്റെ കാര്യത്തിൽ ഒന്ന് തീഷ്ണത കാണിക്കണേ എന്ന് കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. ദൈവവചനത്തിന് മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും അതെ ആയിരിക്കുന്നത് ഞാൻ അറിയുന്നു, അത് മനസ്സിലാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാരംഭമായി പറയട്ടെ ദൈവമക്കൾ, ഇവിടെ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് ശബ്ദത്തിനൊക്കെ പരിധിയുണ്ട്. നമ്മൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് അല്പം ഈ സൗണ്ടിൽ സംസാരിച്ച് മുൻപോട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ്. താങ്ക് യു. പ്രതികരിക്കുന്നവർക്ക് നന്ദി. താങ്ക് യു. അപ്പോൾ ദേശത്ത് അവിടെ നമ്മൾ കാണുന്നു, അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിക്കും. ഞാൻ ഈ ദേശം എന്നതിന് 2 പദം അവിടെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1, ദേശത്ത് ദൈവത്തിന്റെ തീഷ്ണത കാണിക്കും, അതങ്ങനെ നിൽക്കട്ടെ. എന്നാൽ വ്യക്തിപരമായി ആ തീഷ്ണതയൊന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, എന്നിൽ നിന്ന് അത് ആരംഭിക്കണം, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ സഭയിലേക്ക്, എൻ്റെ ദേശത്തിലേക്ക്. അപ്പൊ ദേശത്ത് നിന്ന് എന്നിലേക്ക് എന്ന പദത്തിന് പകരം എന്നിൽ നിന്ന് ദേശത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്നിൽ നിന്ന് ആരംഭിക്കുന്ന ആ തീഷ്ണത, ദൈവപ്രവൃത്തിയുടെ ആരംഭം, കർത്താവെ എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക്, എൻ്റെ വിഷയങ്ങളിലേക്ക്, എൻ്റെ കുടുംബം കഴിഞ്ഞ് എൻ്റെ സഭയിലേക്ക്, അതിനപ്പുറത്ത് എൻ്റെ ദേശത്തിലേക്ക് ദൈവത്തിന്റെ തീഷ്ണത. ആമേൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രവചനാത്മാവിൽ ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആമേൻ എന്നെ നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. നാളുകൾ പഴക്കം ചെന്നില്ലേ ചില വിഷയത്തിന്? ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ ദൈവമക്കൾ, നാളുകൾ പഴക്കം ചെന്നില്ലേ പല വിഷയത്തിന്? 40, 21, 7 മാറി മാറി ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കണ്ണുനീരൊഴുക്കിയിട്ടും ആമേൻ നാളിന്നുവരെ ഒരു മറുപടിയും കിട്ടിയില്ല എന്ന് പറയുന്ന വിഷയത്തിന്റെ മേൽ ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ അടിവരയിട്ട് പറയാം, നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുൻപ് വിശ്വസിക്കാൻ മനസ്സുള്ളവരോടായി ദൂത് പ്രവചനാത്മാവിൽ ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ പറയുന്നതിന് മുൻപ് ദൈവത്തിന്റെ തീഷ്ണത വിഷയത്തിൽ ഇടപെടുന്നതായി ദൈവാത്മാവ് ചിലരോട് വ്യക്തിപരമായി ദൂത് പറയുകയാ. ഹാം ശമന ഹംദര വൈധന രഗാദിഘടക സിയാധന. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ വല്ലാതെ ഒരു നിയോഗം എൻ്റെ മേൽ വരുന്നത് കൊണ്ട് ആവർത്തിക്കട്ടെ. കൈവിട്ടുപോയി, തീർന്നു, അവസാനിച്ചു എന്ന് പറയുന്ന വിഷയത്തിൽ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആശീർവാദം പറയുന്നതിന് മുൻപേ ദൈവത്തിന്റെ തീഷ്ണത, ഞാൻ ഈ മീറ്റിംഗ് നേരത്തെ ബുക്ക് ചെയ്തതല്ല എന്ന് സ്വർഗം ഇതിന് സാക്ഷി. ദൈവദാസൻ അറിയാം. ദൈവമക്കളെ, ദൈവസഭയോട് പറയട്ടെ, എന്റെ മേന്മ കൊണ്ടല്ല, ഇന്ന് രാത്രിയിൽ ഇതിന്റെ ഒരു ഭാഗമായി ദൈവം എന്നെയും തീർത്തതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ ദൂത് ഇന്ന് രാത്രിയിൽ ആമേൻ ദുബൈയുടെ മണ്ണിൽ വിളമ്പുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ ഒരു വശത്ത് അടങ്ങിയിരിക്കയില്ല. ദൈവം തീഷ്ണത കാണിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈ രാത്രിയിൽ ആ പദത്തിൽ നിന്ന് തന്നെ ദൈവാത്മ പറയുന്നു, ചില വിഷയത്തിൽ തീഷ്ണത കാണിക്കാൻ പോകുകയാ.
ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ? രണ്ടാമത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണേ. ആദരിക്കുക. സ്തോത്രം. ആദരിക്കുക. ഒന്ന് ചേർന്ന് പറയാമോ? വചനമാണല്ലോ. ഒന്ന്, തീഷ്ണത കാണിച്ചു. രണ്ട്, ആദരിച്ചു. ദൈവമക്കളെ, തീഷ്ണത കാണിച്ചത് എന്തിനാണെന്ന് മറഞ്ഞിരിക്കുന്ന വിഷയമല്ല എന്നത് അവിടെ പച്ച പരമാർത്ഥം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവസഭ സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, സത്യം. പക്ഷെ വചനം നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. തീഷ്ണത കാണിച്ചത് എന്തിനാണെന്നറിയാമോ? ഒരാദരവിന് വേണ്ടിയാണ്. സ്തോത്രം പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ, ആമേൻ പറയാൻ, സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ദൂത് പറയാ, ആദരിക്കാൻ വേണ്ടിയാ ദൈവം തീഷ്ണത കാണിച്ചത് എന്ന് പറഞ്ഞാൽ, ദൈവം തീഷ്ണത കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് മറഞ്ഞിരിക്കുന്ന വിടുതലല്ലെന്ന് സത്യം. അതിന്റെ സത്യമായ വശം പറയട്ടെ, യഥാർത്ഥമായ വശം പറയട്ടെ. തീഷ്ണത കാണിച്ചത് മറഞ്ഞിരിക്കുന്ന വിടുതലിന് വേണ്ടിയല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സഭയോട് പറയുന്നു, ചില വിടുതലുകൾ മറഞ്ഞിരിക്കുന്ന വിടുതലുകളുണ്ട്, ചില വിടുതലുകൾ രഹസ്യമായ വിടുതലുകളുണ്ട്. നമുക്കറിയാം, രക്തസ്രാവക്കാരിയുടെ വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. സ്തോത്രം. നാളന്നു വരെ കഷ്ടത സഹിച്ച് കണ്ണുനീരൊഴുക്കി പണം മുഴുവനും ഏറിയോന്ന് ചെലവഴിച്ചിട്ട് സകല വൈദ്യന്മാരെയും കാണിച്ചിട്ട് ഒരു മറുപടിയില്ല. പക്ഷേ പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചു, വഴികൾ മുഴുവനും അടഞ്ഞു. പക്ഷേ സ്വർഗത്തിലെ ദൈവം വചനത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാ? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. വെറുതെ തൊട്ടെന്നല്ല, വിശ്വാസത്തോടെ തൊട്ടപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറത്ത് രഹസ്യ മണ്ഡലത്തിൽ വിടുതൽ നൽകിയെങ്കിൽ പരസ്യമായി അത് വെളിപ്പെട്ടു. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ദൈവം തന്ന വെളിപ്പാടിൽ പറയാം, ചിലതൊക്കെ ഒളിഞ്ഞിരിക്കുകയാ, ചിലതൊക്കെ വെളിപ്പെട്ടു വരാതെ മറഞ്ഞിരിക്കുകയാ. ഈ 19ാമത് ദിനം രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവം ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവം കുടുംബങ്ങൾക്ക് വേണ്ടി, ദൈവം തലമുറകൾക്ക് വേണ്ടി, ദൈവം ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുമ്പോൾ അതിന്റെ വിടുതൽ മറഞ്ഞിരിക്കേണ്ട വിടുതലല്ല, അതിന്റെ വിടുതൽ മറഞ്ഞിരിക്കുന്ന വിടുതലല്ല. ഈ മറ നീക്കി വെളിപ്പാടിൽ ദൈവവാക്കളോട് വെളിപ്പാടിൽ വിളിച്ചു പറയട്ടെ, ഒരു റെവലേഷൻ ആയി, ഒരു വിടുതലായി മാറുന്നത് മറ നീക്കി വെളിപ്പെടാൻ പോകുകയാ. എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്? ഈ സൂമിന് പരിധിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ദൈവസഭ, ദൈവമക്കൾ, ഞാൻ പലരുടെയും മുഖം കാണുന്നുണ്ട്, അവർ പ്രതികരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പറയട്ടെ, ദൈവം നിന്റെ വിഷയത്തിൽ തീഷ്ണത കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന വിടുതലല്ലെന്ന് ചിലരോട് തലയിൽ കൈവച്ച് ദൂത് പറയുന്നത് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പണം ചെലവാക്കി, സത്യം. സ്തോത്രം. ഒത്തിരി കഷ്ടപ്പെട്ടു, സത്യം. ഒത്തിരി അധ്വാനിച്ചു, കണ്ണുനീരൊഴുക്കി, സത്യം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, വിടുതൽ അവൾ ശരീരത്തിൽ അറിഞ്ഞു. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? മറഞ്ഞ രോഗം ഇരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവസഭയ്ക്ക് പ്രതികൂലം മറഞ്ഞായിരുന്നത് അവൾ ആരോടും പറഞ്ഞില്ല. ആ കഷ്ടത മറഞ്ഞായിരുന്നത്, ആ കഷ്ടത അവൾ ഒളിച്ചാ വെച്ചത്. പക്ഷെ വിടുതൽ വന്നപ്പോൾ അത് പരസ്യ പ്രഖ്യാപനം ചെയ്യത്തക്ക നിലയിൽ ദൈവിക കരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി രഹസ്യമായി കരയുന്ന ചില വിഷയങ്ങളോട്, രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളോട്, രഹസ്യമായി ആരോടും പറയാതെ അകത്തളങ്ങളിൽ നീറുന്ന ചില വിഷയങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, പരസ്യമായി നിന്നെ ആദരിക്കാൻ പോകുകയാ, പരസ്യമായി നിന്നെ മാനിക്കാൻ പോകുകയാ. നിന്ദിച്ചവരുടെ മധ്യത്തിൽ, വില പറഞ്ഞവരുടെ മുൻപിൽ എഴുതി വെച്ച രേഖ പോലെ ആട്ടി ഉറപ്പിച്ചവരുടെ മധ്യത്തിൽ നിന്നെ ആദരിക്കുന്ന ദിനങ്ങൾ ഈ മണ്ണിൽ ഉണ്ടെന്ന പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അല്ല, ഈ മണ്ണ് വിട്ട് നീ സ്തോത്രം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, മൈലുകൾക്കപ്പുറത്ത് ചില വിഷയം ആദരിക്കപ്പെടാൻ പോകുകയാ. തലമുറകളുടെ ചില വിഷയങ്ങൾ ആദരിക്കപ്പെടാൻ പോകുകയാ. മറയപ്പെട്ട ചില വിഷയത്തെ പുറത്തു കൊണ്ടുവന്ന് ദൈവം മാനിക്കാൻ പോവുകയാ. സ്തോത്രം. അതിന് തെളിവ് ആ ഭാഗത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണേ, ആ ഭാഗത്ത് തന്നെയുണ്ട്. എന്താ അതിന്റെ തെളിവ്? സ്തോത്രം. ഈ രോഗം മറയപ്പെട്ടതായിരുന്നു. ഈ രോഗം
മറയപ്പെട്ടതായിരുന്നു. രഹസ്യ രോഗമാ, രഹസ്യമായി വെച്ചതാ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ യേശു പറഞ്ഞു എന്നെ ഒരാൾ തൊട്ടു. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു ആമേൻ, മുട്ടിയുരുമി ഇങ്ങനെ നടക്കുമ്പോ ആരാ അങ്ങേ തൊട്ടയെന്ന് കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങളിൽ പലരും മുട്ടി, ജനത്തിൽ പലരും മുട്ടി. പക്ഷെ യേശു പറഞ്ഞല്ല, രഹസ്യമായി ആരോ എന്നെ ഒരാൾ തൊട്ടു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി ഇതിനകത്ത് കുറെ പേര് ആമേൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും അല്ല ഈ ദൂത്. ഒരുങ്ങി പ്രാർത്ഥിച്ചു വന്ന നിന്നോട് ആ ദൂത്. രഹസ്യ മണ്ഡലത്തിൽ നീ അനുഭവിക്കുന്ന വേദന രഹസ്യ മണ്ഡലത്തിൽ അല്ല മറുപടി ആദരവായി വരാൻ പോകുന്നത്, പരസ്യ മണ്ഡലത്തിൽ വെളിപ്പെടാൻ പോകുകയാ, പരസ്യ മണ്ഡലത്തിൽ തെളിയിക്കാൻ പോകുകയാ. നീ കരഞ്ഞത് അകത്തളത്തിലായിരിക്കും, നീ കരഞ്ഞത് രഹസ്യമുറിയിലായിരിക്കും. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു നിന്നെ ദൈവം മാനിക്കപ്പെടാൻ പോകുന്നത്, ആദരിക്കാൻ പോകുന്നത് പുറത്താണെന്ന് മറന്നു പോകരുത്. ഈ രാത്രിയിലെ ദൂതൻ ആമേൻ പറയുന്നവർ വാ തുറന്ന് അല്പസമയം നിങ്ങളുടെ റൂമിൽ ഇരുന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ, അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എത്ര പേർ വചനത്തോട് പ്രതികരിക്കുന്നുണ്ട്? ഉദമാരകതന ശമനതരഘടകസിയാതന. രഹസ്യ മണ്ഡലത്തിലെ ചില വിഷയത്വം കർത്താവ് പുറത്തെടുക്കാൻ പോകുകയാ. ഈ 19ാമത് ദിനം രാത്രിയിൽ ദൈവം നിന്നോട് ആലോചന പറയുന്നു. രഹസ്യ മണ്ഡലത്തെ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് കരയുന്ന ചില വിഷയത്തെ പുറത്തെടുത്ത് ആദരിക്കാൻ പോകുകയാന്ന് പറഞ്ഞാൽ ആമേൻ പറയാൻ ധൈര്യമുള്ളവർ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞാട്ട്. ആമേൻ ആമേൻ. എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ. 3ാമത്തെ പദത്തിലേക്ക് വരട്ടെ. 3ാമത്തെ പദത്തിലേക്ക്. 1ാമത്തെ പദം ആമേൻ തീഷ്ണത കാണിച്ചു, 2 ആദരിച്ചു. 3ാമത്തെ പദം ഹൃദയത്തിനകത്ത് എഴുതി വെച്ചോണം, ഉത്തരമരുളി. ഒന്ന് ആമേൻ പറഞ്ഞേ. ആമേൻ സ്വന്തം. തീഷ്ണത കാണിച്ചത് എന്തിനാണെന്നറിയാമോ? ആദരിക്കാൻ വേണ്ടിയാ. തീഷ്ണത കാണിച്ചത് എന്തിനാണെന്നറിയാമോ? ഉത്തരമരുളാൻ വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ പഴക്കം ചെന്ന് കാണും വിഷയം. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, കുഞ്ഞെ നിന്നെ ഒന്ന് ആദരിക്കാൻ പോവുക, നിന്നെ ഒന്ന് മാനിക്കാൻ പോവുക. മാത്രമല്ല നിന്റെ ആമേൻ ചില വിഷയത്തിൽ മറുപടി തരാൻ പോവുക. ഒരു തെളിവ് ദൈവസഭയുടെ മുൻപിൽ നിരത്തുവാൻ ആഗ്രഹിക്കുക. ശാന്തമായി നിങ്ങൾ ശ്രദ്ധിക്കണേ. ആമേൻ സ്തോത്രം. ആമേൻ സെഖരിയാവ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതനാ. നമുക്കറിയാം. ആമേൻ സ്തോത്രം. പുരോഹിതൻ യാഗം കഴിച്ച് ജനത്തെ 2 കരം ഉയർത്തി അനുഗ്രഹിക്കും, അല്ലെ? നമുക്കറിയാം. 2 കരം ഉയർത്തി ജനത്തെ അനുഗ്രഹിക്കും. പക്ഷേ ജനമെല്ലാം സൗഖ്യം പ്രാപിച്ചും സന്തോഷം പ്രാപിച്ചും മുക്തി പ്രാപിച്ചും മടങ്ങും. സ്തോത്രം. എന്നാൽ പുരോഹിതന്റെ രഹസ്യ വിഷയത്തെ ആരും അറിയുന്നില്ല. ഞാൻ ഇങ്ങനെ അതിനെ ഇമാജിൻ ചെയ്യാറുണ്ട്. നിങ്ങൾ എത്ര പേര് അത് യോജിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ചില വ്യക്തി ജീവിതങ്ങളോടാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുക. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങൾ ചില വിഷയത്തിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ. ചില വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, ചില വിഷയത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. സ്തോത്രം. ആമേൻ. ദൈവം ആ വിഷയത്തിനൊക്കെ മറുപടി തന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പേഴ്സണലായി എത്ര വിഷയം പെൻഡിങ് കിടക്കുക? സ്തോത്രം, സ്തോത്രം. ഈ 19 ദിനവും ദൈവസഭ ദൈവദാസന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവദാസനും കുടുംബവും ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പല വ്യക്തി ജീവിതങ്ങൾ. ഇവിടെ ഞാൻ പ്രാർത്ഥനാ വിഷയം ശ്രദ്ധിക്കുകയായിരുന്നു. ദൈവമക്കൾ ചാടി ചാടി വേഗത്തിൽ, ചിലയിടത്തൊക്കെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്, സമയം കാത്തിരിക്കാൻ ആമേൻ കഴിയും. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒക്കെ ഞാൻ അതൊക്കെ ആമേൻ ശ്രദ്ധിച്ച് മുൻപോട്ട് വരുന്ന ആളാ. പക്ഷെ ഈ സൂമിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പെട്ടെന്ന് ആളുകൾ പ്രാർത്ഥിച്ചു. ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉത്സാഹത്തെ ഞാൻ പ്രത്യേകിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ചോദ്യം, ജനത്തിനു വേണ്ടി ദൈവം പ്രവർത്തിക്കും ഇല്ലെന്നല്ല. പക്ഷെ ഇന്ന് രാത്രി എക്സ്പെഷ്യലി വ്യക്തിപരമായി ആമേൻ സ്തോത്രം ഓരോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുക, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവമക്കളെ, ഈ സെഖരിയ പ്രവാചകൻ ആമേൻ പുരോഹിതൻ 2 കരം ഉയർത്തി ജനത്തെ അനുഗ്രഹിക്കുക. ആമേൻ സ്തോത്രം. അനുഗ്രഹിച്ച്, ഞാൻ അതിനെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. ആമേൻ സ്തോത്രം. വേദപുസ്തകത്തിലില്ല. അനുഗ്രഹിച്ചിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാഗം നിങ്ങളൊന്ന് ചിന്തിച്ചേ. മുൻപോട്ട് നോക്കി ജനത്തെ 2 കരവും ഉയർത്തി അനുഗ്രഹിക്കുന്നു. സ്തോത്രം. ആ പിക്ചർ നമ്മുടെ മുൻപിൽ വന്നു. ഇനി ജനമെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം ഈ പുരോഹിതൻ പുറകോട്ട് തിരിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ആരും കാണുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഹൃദയം തകരുന്നത് ആരും കാണുന്നില്ല. അദ്ദേഹത്തിന് ഒരു സംതൃപ്തിയുണ്ട്. ജനം അനുഗ്രഹിക്കപ്പെട്ടല്ലോ, ജനം വിടിവിക്കപ്പെട്ടല്ലോ, ജനം ആമേൻ സ്തോത്രം മുക്തി പ്രാപിച്ചല്ലോ. ഇത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ സംതൃപ്തിയാ.
അങ്ങനെ തുടർമാനമായി കാര്യങ്ങൾ ദിവസങ്ങൾ മാറി മറിഞ്ഞ് മുൻപോട്ട് പോകുന്നു. ഒരു ദിവസം നമുക്കറിയാം സെഖര്യാവ് പ്രാർത്ഥനാ ലിസ്റ്റുമായിട്ട് ദൈവസന്നിധിയിലെത്തി. സ്തോത്രം. ആ ലിസ്റ്റ് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ സ്വർഗത്തിലെ ദൈവം അയച്ച ദൂതം പറഞ്ഞു, സെഖര്യാവേ, അറിയാവുന്നവർ വചനത്തോടൊന്ന് പ്രതികരിച്ചേ, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വിഷയത്തോട് ചേർത്ത് പിടിച്ചു പറയാ. സ്തോത്രം. എത്ര പേർക്ക് ധൈര്യമുണ്ട് ആ പദം പറയാൻ? ദൈവമക്കളെ, ഈ ആ പദം ഒന്ന് പറഞ്ഞേ. ദൈവം എന്നെ തീഷ്ണത കാണിച്ച ദൈവം, എന്നെ ആദരിക്കുന്ന ദൈവം പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് രാത്രിയിൽ കുടുംബത്തോടല്ല ഈ ദൂത്, നിന്നോട് വ്യക്തിപരമായി പേഴ്സണലായിട്ടായി ഈ ദൂത് ദൈവാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. അകത്തളങ്ങളിൽ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, വേദനിപ്പിക്കുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്, മാറുകിടുന്നവരുണ്ട്, ഒക്കെ സത്യം. പക്ഷേ നീ തിരിഞ്ഞു നിന്ന് കരയുമ്പോൾ ആ കണ്ണുനീര് ആരും കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. മറഞ്ഞിരുന്ന് കരയുമ്പോൾ നിന്റെ കണ്ണ് നനഞ്ഞൊഴുകുന്നത് ആരും മനസ്സിലാക്കുന്നില്ലെന്നാ നീ വിചാരിച്ചത്. പക്ഷെ സ്വർഗ്ഗത്തിൽ ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി തീഷ്ണത കാണിക്കുകയാ. ഇന്ന് രാത്രി തകർന്ന ഹൃദയത്തോടെ, വേദനപ്പെടുന്ന ഹൃദയത്തോടെ ആരൊക്കെയോ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞ്, കുഞ്ഞെ, നിന്നെ അറിയുന്ന പോലെ അറിയുന്നവൻ, നിന്നെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുന്നവൻ ഒരുവൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ എത്ര പേരാ കരമുയർത്തി ആമേൻ പറയുന്നുണ്ട്? ആമേൻ. രണ്ട് കരവുമുയർത്തി ആമേൻ. നമുക്കറിയാം സെഖര്യാവ് ജനത്തെ അനുഗ്രഹിക്കുകയാ. രണ്ട് കരം ഉയർത്തി അനുഗ്രഹിക്കുക. പക്ഷേ തിരിഞ്ഞു നിൽക്കുന്ന സെഖര്യാവിനെ ആരും കാണുന്നില്ല. ഞാനൊന്ന് അതിനെ ഒന്ന് വരച്ച് കാണിച്ചിട്ട് വിഷയത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നല്ലോ. ദൈവമക്കളെ, സ്തോത്രം. സ്തോത്രം. ഈ തിരിഞ്ഞു നിൽക്കുന്ന ഈ സെഖര്യാവിന്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ട്, ഹൃദയം തകർന്നിരിക്കുകയാ. അദ്ദേഹം ശുശ്രൂഷയിൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച വിഷയത്തിൽ സംതൃപ്തിയുണ്ട്, പേഴ്സണലായി പെൻഡിങ്ങിൽ നിൽക്കുകയാ. എന്നാൽ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അപ്പോ സെഖര്യാവ് വിചാരിച്ചു, ഞാനങ്ങ് ചിന്തിക്കുകയാ, എന്നത്തെ പോലെ ജനത്തിന്റെ പ്രാർത്ഥനാ വിഷയമായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ജനത്തിന്റെ പ്രാർത്ഥനാ വിഷയത്തിനാ മറുപടി. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അല്ല മോനെ, ജനത്തിനല്ല, നിന്റെ വിഷയത്തിന്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? നിന്റെ വിഷയത്തിന്. നീ 19 ദിനവും ആമേൻ സ്തോത്രം ദൈവമക്കൾ മാറി മാറി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സത്യം. ഇടിവിൽ നിന്നും കരഞ്ഞു, സത്യം. പക്ഷേ പേഴ്സണലായി ഒരു വിടുതൽ ആഗ്രഹിക്കുന്നില്ലേ? പേഴ്സണലായി ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവര് ഈ ദൂതിന് ആമേൻ പറഞ്ഞോണം. ഇന്ന് രാത്രി വചനമാണ് നമ്മളോട് ഇടപെടുന്നത്, പരിശുദ്ധാത്മാവ നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തീഷ്ണത കാണിച്ച ദൈവം, ആദരിക്കുന്ന ദൈവം ആമേൻ ഉത്തരമരുടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അതിന്റെ മുകളിലത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? 17 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും വച്ച് കരഞ്ഞും കൊണ്ട്, യഹോവേ, നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തൊക്കണം, അവരുടെ അവകാശത്തെ നിങ്ങൾക്ക് ഏൽപ്പിക്കരുത്, അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്ന എന്തിന്, എങ്ങനെ എന്നിങ്ങനെ പറയട്ടെ. കേൾക്കുന്നുണ്ടോ ദൈവമക്കള്? ആമേൻ. ഇടിവിൽ, ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല, ഇടിവിൽ നിന്ന് കരയുന്ന, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹത്തോടാണ് ആ വചനം ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ സ്തോത്രം. ദൈവമക്കളെ, ഈ ജനത്തോട് ക്ഷമിക്കണമേ എന്നും അവരുടെ മേൽ ആമേൻ ജാതികൾ വാഴുവാൻ തക്കവണ്ണം ആമേൻ സ്തോത്രം അവകാശത്തെ നിന്നെ കേൾപ്പിക്കരുത് എന്നും, ദൈവം എവിടെയെന്ന് ജാതികൾ പറയരുത് എന്നും പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ചില വ്യക്തികളോടാണ് ആ വചനം ഇടപെടുന്നത്. സ്തോത്രം. അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവമക്കളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ സ്തോത്രം. സകലതും അവസാനിച്ചു എന്ന് പറഞ്ഞു. അതിന്റെ 4-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, തുള്ളൽ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത്
പച്ചപ്പുഴു തിന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രതീക്ഷ മുഴുവനും നഷ്ടപ്പെട്ടു. കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റി. പക്ഷെ ഇന്ന് രാത്രി മധ്യസ്ഥ ചെയ്യാൻ ഒരു കൂട്ടം എഴുന്നേൽക്കുന്നെങ്കിൽ, മധ്യസ്ഥ ചെയ്യാൻ, കരയാനും പ്രാർത്ഥിക്കാനും മനഃപൂർവമായി ദൈവത്തോട് അപേക്ഷിക്കാനും, കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, വീട് കിട്ടാനോ കാറ് കിട്ടാനോ ജോലി കിട്ടാനോ പ്രമോഷൻ കിട്ടാനോ മാത്രമല്ല, ദൈവമേ ഈ ജനത്തോട് ക്ഷമിക്കണമേ, ഈ ജനത്തോട് കരുണ കാണിക്കണമേ, ഈ ജനത്തെ രക്ഷിക്കണമേ എന്ന് ദൈവസഭ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇതിനകത്ത് പ്രാർത്ഥിച്ചപ്പോ ആരോ പ്രാർത്ഥിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു, ദൈവമേ ഈ ദുബായിയുടെ മണ്ണിൽ ഞങ്ങളുടെ സഭ ഒന്ന് അറിയപ്പെടുന്ന സഭയായി, മാനിക്കപ്പെടുന്ന സഭയായി ഞാൻ പ്രാർത്ഥിച്ചപ്പോ ശ്രദ്ധിച്ചു. അതിന് ഇന്ന് രാത്രി ഞാൻ ആമേൻ പറയുകയാ. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? അറിയപ്പെടുന്ന സഭ എന്ന് പറഞ്ഞാൽ പേരും പ്രശസ്തിക്കുമല്ല. സ്തോത്രം. ദൈവാത്മാവ് കൊണ്ടുവരുന്ന ഒരു റൂട്ടാ. സ്തോത്രം. മലാക്കി പ്രവചനത്തിന് അല്ലെങ്കിൽ മലാക്കി പ്രവചനത്തിലെ കാലഘട്ടം നമുക്കറിയാം. അതിനുശേഷമുള്ള 400 വർഷങ്ങൾ അല്ലെ? സ്തോത്രം. ഇരുണ്ട കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. ഇരുണ്ട കാലഘട്ടം. ദൈവമായ യഹോവയുടെ യാതൊരു ഇടപെടലും ദൈവജനത്തിനു മേലില്ല. നമുക്കറിയാം, വചനം പഠിക്കുന്നവർക്കറിയാം. സ്തോത്രം. എന്നാൽ ബെഥസ്ദ കുളത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു പ്രസംഗം ഞാൻ കേട്ടു. ഞാൻ അതിനോട് യോജിച്ചിട്ടില്ല. ബെഥസ്ദ കുളം പൈശാചിക ബാധയുള്ള കുളം എന്നൊക്കെ പറഞ്ഞ് ന്യൂ ജനറേഷൻ ആളുകൾ വചനവിരുദ്ധമായി പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം വചനം പഠിക്കുന്നവർക്കറിയാം, 400 വർഷത്തെ പഠനത്തിൽ അല്ലെങ്കിൽ ഈ ഗ്യാപ്പിൽ, ഈ ഇരുണ്ട കാലഘട്ടത്തിൽ ആകെ ദൈവവുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ദൈവിക ഇടപെടലുള്ള ഒരേ ഒരു ഇടം ഈ ബെഥസ്ദ കുളം മാത്രമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവവചനം പഠിക്കുന്നവർക്ക്, യഥാർത്ഥമായി ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് അറിയാം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. ദൈവസഭയോട് ഞാൻ പറയാ, എത്ര ഇരുട്ട് മൂടിയാലും ഒരു ദൂത് അതിനകത്തോട് പറയാ, എത്ര അന്ധകാര നിബിഡമാണെന്ന് പറഞ്ഞാലും ഒരു വഴി ദൈവം തുറന്നു വെക്കാതെ എല്ലാം ഇരുട്ടാക്കയില്ല, എല്ലാം വാതിലും അടയ്ക്കയില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഏതെങ്കിലും ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെക്കാതെ എന്റെ ദൈവം വാതിൽ അടയ്ക്കുന്ന ദൈവമല്ല. സ്വോത്രം 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 സ്വോത്രം. അവിടെ ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഇച്ഛയുണ്ട്, എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് മനസ്സുണ്ട്. ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോ വേറൊരാള് എനിക്ക് മുൻപേ സൗഖ്യം പ്രാപിക്കുക. പക്ഷെ യേശു ചോദിച്ചു, സൗഖ്യമാകാൻ ഇപ്പം നിന്റെ അവസ്ഥ എങ്ങനെയാന്ന് ചോദിച്ചു. ഇപ്പം നിനക്ക് അതേ മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ കിടക്ക എടുത്ത് നടക്കാൻ പറയും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കുളം കാത്തു നിൽക്കണ്ട, ദൂതൻ കലക്കുന്നത് കാത്തു നിൽക്കണ്ട, ദൂതൻ ഇറങ്ങുന്നത് കാത്തു നിൽക്കണ്ട. പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചിരിക്കുന്നവരോടാണ് ഈ വചനം ഇടപെടുന്നത്. സ്തോത്രം. വെട്ടിക്കിളി തിന്നത്, പുഴു തിന്നതും, തുള്ളൻ തിന്നുകളഞ്ഞതും നശിപ്പിച്ചതും ഓർത്ത് നീ കരയണ്ട. ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടോ? ദൈവം എനിക്ക് വേണ്ടി, സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി തീഷ്ണത കാണിക്കുന്ന ദൈവമാണ്, എനിക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്, എനിക്ക് മറുപടി തരുന്ന ദൈവമാണ്, എന്നെ ആദരിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കാൻ മനസ്സുള്ളവര് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ഇടിവിൽ നിൽക്കുന്നത് വെറുതെ അല്ല. ചില വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരില്ലേ, ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വെറുതെ അല്ല കേട്ടോ. കണ്ണുനീരൊഴുക്കുന്നത്, ഉപവസിക്കുന്നത് വെറുതെ അല്ല. നാളുകൾ മുൻപോട്ട് പോയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നാളുകൾ കഴിഞ്ഞില്ലേ, സമയം കഴിഞ്ഞില്ലേ, തീർന്നു പോയില്ലേ? തീർന്നിട്ടില്ല. വചനം ഇന്ന് രാത്രി പറയുന്നു, നിനക്ക് വേണ്ടി തീഷ്ണത ദൈവം കാണിക്കും. വിശ്വസിക്കാൻ മനസ്സുണ്ടോ? തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല. തീഷ്ണത കാണിക്കുന്ന ദൈവമാണ്. മനസ്സുള്ളവർ കരമുയർത്തി കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക, ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവാത്മാവിനോട് സ്പഷ്ടമായി പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് വെച്ചതാണ്. ആ വെച്ചിരിക്കുന്ന ദിവസങ്ങൾ ഇതിനകത്ത് ഇടിവിൽ നിന്ന് കരയാൻ, ഇതിനകത്ത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം ആളുകളെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പറയാം, ആ പ്രാർത്ഥന നഷ്ടമാകത്തില്ല, ആ കണ്ണുനീര് നഷ്ടമാകത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സെഖര്യാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സെഖര്യാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ അധ്യായം പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം, വളരെ സന്തോഷമുള്ള ഒരു വാക്ക് അതിനകത്തുണ്ട്. പേരിടാൻ പറഞ്ഞു. പേരിടാൻ പറഞ്ഞപ്പോ അതിനകത്ത് സ്തോത്രം ഒത്തിരി പേരൊക്കെ പറഞ്ഞു കാണും, എനിക്കറിയില്ല, എന്റെ ഒരു ചിന്ത. പക്ഷെ അപ്പം പറഞ്ഞ് എഴുതി കാണിച്ചു, വേറെ പേരൊന്നും ഇടണ്ട, യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞപ്പം സ്തോത്രം അവന്റെ വാ തുറന്നു. രാമേൻ പറഞ്ഞാട്ടെ.
കർത്താവ് ചിലതൊക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ മറുവശത്ത് ഒരു നന്മ നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചില അതൊക്കെ അടയ്ക്കുന്നത് നമ്മൾ വിചാരിക്കും അയ്യോ തീർന്നു, സകലതും അവസാനിച്ചു, എന്നെ ദൈവത്തിന് ഇഷ്ടമല്ല, എന്നോടുള്ള ദൈവത്തിന്റെ കോപമാണ്. ഒരിക്കലുമല്ല. ഈ നന്മ നഷ്ടമാകാതിരിക്കാൻ, ഈ വിടുതൽ നഷ്ടമാകാതിരിക്കാൻ ചിലതൊക്കെ അടയപ്പെടുന്നത് നല്ലതിന് വേണ്ടിയാ. പക്ഷേ അടയ്ക്കുന്ന ദൈവം തന്നെ ചിലത് അടച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തുറക്കാനും വിശ്വസ്തനാണെന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ അനുഭവത്തിൽ നിന്ന് എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. എന്റെ അനുഭവത്തിൽ നിന്നൊരു പദം ഇതിനിടയ്ക്ക് സമയം പോകുന്നെങ്കിലും ഇടയ്ക്കൊന്ന് ചേർത്ത് പറയാം. തിരുവല്ലയ്ക്ക് അടുത്ത പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ചില വർഷങ്ങൾക്ക് മുൻപ് റോസ്മാമയ്ക്കൊക്കെ ആന്റിക്കൊക്കെ അറിയാം, പ്രിയ അച്ഛനൊക്കെ അറിയാം. സ്തോത്രം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാ. ഞങ്ങളുടെ അരിപ്പള്ളി കുടുംബം, അല്ലെങ്കിൽ ഞാൻ കൂടിയിരിക്കുന്ന എലിയും സഭ കുമ്മനാട്, അല്ലെങ്കിൽ സ്തോത്രം, എന്നെ അറിയാവുന്ന ആളുകളൊക്കെ പ്രാർത്ഥിച്ചതാ. വിദേശ രാജ്യത്ത് ഞാൻ കുവൈറ്റിൽ ചെന്നപ്പോൾ അവിടെ ഒരു ആന്റി എന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ, മോനെ എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആന്റി പറഞ്ഞൊരു പദം, മോനെ അന്ന് മോൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോ സ്തോത്രം മോന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ആന്റിയ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടങ്ങളായി കാണാൻ ദൈവം അവസരം നൽകുന്നത് ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു അനുഭവം പറയുക. എന്റെ അരയ്ക്ക് താഴെ തളർന്നുപോയി. വാഹനം ഓടിച്ചു പോകവേ തലകറക്കമുണ്ടായി. ഞാൻ താഴെ വീണു. അവിടെ നിന്ന് എടുത്ത് ഫെലോഷിപ്പ്, ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് മർത്തോമ ഹോസ്പിറ്റൽ ഉണ്ട്, ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ, അവിടെ കൊണ്ടുവന്നു. അവിടെ എടുത്തില്ല. അവിടുന്ന് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് എസ് വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. ദൈവമക്കൾ ശ്രദ്ധിക്കണേ, എസ് വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. ചില നാളുകൾ അവിടെ കിടക്കുകയാണ്. എറണാകുളം ലേശ്വർ ഹോസ്പിറ്റൽ ഡോക്ടർ സുരേഷ് അവറുകൾ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ അവിടുന്ന് സ്പെഷ്യലായിട്ട് വിളിച്ചു വരുത്തി. അവിടെ വരുന്ന ദിവസം എന്നെ കാണിക്കുവാൻ എന്നെ നോക്കുന്ന ഡോക്ടറിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് എന്റെ റൂമിൽ വന്നു. അദ്ദേഹം വരുന്ന ദിവസങ്ങളെല്ലാം ഓരോ ദിവസവും പറയും, അടുത്ത പ്രാവശ്യം വരുമ്പോൾ വ്യത്യാസം ഉണ്ടാകും, അടുത്ത ആഴ്ച വരുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. ഇതൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പറയുന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസവുമില്ല, ഒരു മാറ്റവുമില്ല. സ്തോത്രം. അവസാനം എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുവാൻ എന്റെ പിതാവ് ആവശ്യപ്പെട്ട അനുസരിച്ച് ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഡോക്ടർ സുരേഷ് അവറുകൾ എന്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ പ്രയാസപ്പെടണ്ട, വിഷമിക്കണ്ട, ചെറുപ്രായമല്ലേ, ഞങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് മുഴുവൻ ചെയ്തു, ഇനി ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. നേച്ചർ ഹോസ്പിറ്റൽ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു പദം നിങ്ങളോട് പറയാനാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞ പദം എന്താ? ഹിന്ദുവാണ് അദ്ദേഹം പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, ഞങ്ങൾ ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് മുഴുവൻ ചെയ്തു. ഒരു സാധ്യതയും ഉണ്ടായില്ല. ഇനി എന്തെങ്കിലും സാധ്യത ഉണ്ടാകണമെങ്കിൽ ഒരു മിറക്കിൾ നടക്കണം. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? പെന്തക്കോസ്തുകാരായ ആളുകൾ എന്നെ കാണാൻ വന്നു. നിങ്ങൾ ക്ഷമിക്കണം, മുന്തിരിങ്ങായും ആപ്പിളും ഓറഞ്ചും പൈസയും തന്നു. സ്തോത്രം. എന്നെ സന്തോഷിപ്പിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കി പലരും വിധി എന്ന് പറഞ്ഞ് മടങ്ങിയപ്പോൾ, മോനെ വിധിയാ, കുഴപ്പമില്ല, വിധിയാ എന്ന് പറഞ്ഞ് സ്തോത്രം, വിധിയെ തടയാൻ ആർക്കും പറ്റത്തില്ലല്ലോ. അന്യഭാഷ പറയുന്ന ആരാധിക്കുന്ന പലരും മടങ്ങിയപ്പോ, നിങ്ങൾ ക്ഷമിക്കണേ, എന്റെ അനുഭവമായി ഇത് പറയുന്നത്. ഹിന്ദുവായ ഡോക്ടർ പറയുക, വിധിയല്ല, ഒരു മിറക്കിൾ ഇതിനകത്തുണ്ടെന്ന്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി എന്റെ സാക്ഷ്യം പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ചലനം ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അത് വിശ്വസിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്താണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. പലപ്പോഴും നമുക്കത് മനസ്സിലാകത്തില്ല, ജാതീയ ആളുകൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. ചിലരൊക്കെ വന്ന് പറയാറുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്നത് കോസ്റ്റൽ ഏരിയ ആണ്, കടലിനോട് ഏറ്റവും അടുത്ത ചെറിയ തുറ, ഭീമാപള്ളിക്കും വലിയ തുറയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ചെറിയ തുറ. കഴിഞ്ഞ 13 വർഷമായി കർത്താവിന്റെ വേല അവിടെ ചെയ്യുന്നു. ചെന്ന് സ്ഥലം വാങ്ങിക്കുവാൻ ചെറിയൊരു ഷെഡ് അവിടെ ക്രമീകരിച്ച്, അവിടെ പാസനേജ് ഒരു ചെറിയ ഷെഡ് തന്നെ, അവിടെ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. ദൈവമക്കളെ, ഇതൊക്കെ പറയുന്നത് സ്തോത്രം ഗൾഫിലാണ് ഞാനിത് പറയുന്നെന്ന് നല്ല ഉറപ്പുണ്ട്. പൈസ പിരിക്കാനുള്ള പരിപാടിയല്ല, എന്റെ സാക്ഷ്യം പറയുക. ദൈവമക്കൾ മനസ്സിലാക്കണം, 13 വർഷം സ്തോത്രം മുസ്ലിങ്ങൾ എനിക്ക് ദോഷം വരുത്തിയിട്ടില്ല, ഹിന്ദുക്കൾ എനിക്ക് ദോഷം വരുത്തിയിട്ടില്ല, കത്തോലിക്ക വിഭാഗക്കാർ ദോഷം വരുത്തിയിട്ടില്ല. ദോഷം ആരെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുകയാ. അത് നിങ്ങൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, നിങ്ങൾ പൂരിപ്പിച്ചെടുത്തോണം, നിങ്ങൾക്ക് അങ്ങ് വിട്ടേക്കുക. ഞാനിത് മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? നമ്മൾ വിചാരിക്കും അവരാണ് ദോഷം, ഇവരാണ് ആഭിചാരം, ശൂദ്രം, കൂടോത്രം, ഇതൊക്കെ ആരോ പറഞ്ഞു പറ്റിക്കുകയാ. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ ഏറ്റവും വലിയ ആറ്റം ബോംബുകൾ, പിന്നെന്തിനാ അടുത്തുനിന്നൊരു ബോംബിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടെങ്കിൽ സ്വോത്രം പറഞ്ഞാൽ മതി. സ്വോത്രം എല്ലാവരും പറയണ്ട. ദൈവമക്കളെ, നമുക്കൊരു നല്ല കാറ് കിട്ടിയ, നമുക്കൊരു നല്ല വീട് കിട്ടിയ, നമുക്കൊരു നല്ല ജോലി കിട്ടിയ അസൂയ വരുന്നെങ്കിൽ അതിന്റെ പേരാ ഏറ്റവും വലിയ ക്ഷുദ്രം.
എല്ലാവരോടും അല്ല ഇത്. ആമേൻ സ്തോത്രം. ആരും കൈപൊക്കണ്ട എന്നോടാന്നും പറഞ്ഞ് ഇത് ഏറ്റെടുക്കുകയും വേണ്ട. ഇത് കോമൺ ആയിട്ട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞതിന്റെ സാരം ദൈവമക്കളെ, ആമേൻ, നമ്മൾ മറ്റുള്ളവരെ വിധിക്കരുത്, നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. ഹിന്ദുവായ ഡോക്ടർ പറയുക ഒരു മിറക്കിൾ നടന്നാലേ പറ്റത്തുള്ളൂ. ഈ വിധി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചപ്പോ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വേഗത്തിൽ പറയാ, പുഷ്പഗിരിന്ന് ആമേൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടർ ഷെറി അവറുകൾ, ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ, ഇന്നും അദ്ദേഹം അവിടെ ഉണ്ട്, ഡോക്ടർ ഷെറി അവറുകൾ. അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്റെ അനുഭവം, ആമേൻ, അദ്ദേഹം പലയിടങ്ങളിൽ സാക്ഷി പറയുന്ന ആളാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? ആമേൻ സ്തോത്രം. അവിടെ കൊണ്ടുവന്ന് 26ാമത്തെ മുറിയിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. വേഗത്തിൽ പറയട്ടെ, ഒരു ദിവസം അത്ഭുതം എന്ന് പറയട്ടെ, എന്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് നല്ലതായിട്ടൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ നാളുകളായി ഉറങ്ങിയിട്ട്, ആമേൻ, മരുന്ന് കഴിക്കും, അതിന്റെ എഫക്ട് കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കും, സമയം പോകുന്നല്ലോ. അങ്ങനെ ആ എഫക്ട് കഴിയുമ്പോൾ ആമേൻ സ്തോത്രം പിന്നീട് ഉറക്കമില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്ക് നല്ലതായിട്ടൊന്ന് ഉറങ്ങണം. വേഗത്തിൽ പറയാ, അന്ന് ആ ഉച്ചയാകുന്ന സമയത്ത് എനിക്ക് നല്ല ഡീപ് സ്ലീപ്പ് ഉറക്കം എനിക്ക് ദൈവം തന്നു, ആഴത്തിലുള്ള ഉറക്കം. ആ ഉറക്കം തന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഉറക്കം നഷ്ടപ്പെട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ഗുളിക കഴിക്കാതെ ഉറക്കം കിട്ടിയെങ്കിൽ അതിന് സ്തോത്രം പറഞ്ഞോണം. സ്തോത്രം സ്തോത്രം. ഗുളിക കഴിക്കാതെ ഉറക്കം കിട്ടിയവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ പാ എന്നെഴുതി കാണിച്ച, പേപ്പറിൽ പാ എന്നെഴുതി കാണിച്ചാൽ ഉറങ്ങുന്ന പെന്തക്കോസുകാരാണ് നമ്മുടെ ഇടയിൽ ദൈവം ദാനമായി നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഭായോഗത്തിൽ ഉറങ്ങുന്ന കാര്യമല്ല, ദൈവം തന്ന ദാനമാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. അതെന്റെ ജീവിത അനുഭവത്തിൽ എന്ന് പറയാം. ദൈവമക്കളെ, സ്വന്തമായി വാഹനം ഓടിക്കാൻ, സ്വന്തമായി നടക്കാൻ, സ്വന്തമായി ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണെന്ന് സമ്മതിച്ച് സ്തോത്രം പറഞ്ഞോണം. നല്ല ജോലിയുണ്ട്, നല്ല ഉദ്യോഗമുണ്ട്, നല്ല ശമ്പളമുണ്ട്, കാര്യം ശരിയാ, മാന്യമായ നിലയിലാ താമസം. സ്തോത്രം പറയാനുള്ള കാര്യമായി പറയുന്നത്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ടെന്ന് പാട്ടുകാരനോട് നമ്മൾ ചേർന്ന് പാടാറുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒത്തിരി കാരണങ്ങളുണ്ട്. പല്ല് തേക്കുന്ന ഒരു സമയം ഞാൻ ഓർക്കുന്നു, പല്ല് തേക്കുന്ന വേസ്റ്റ് എന്റെ കടവാ വഴിയാ ഒഴുകുന്നത്. എഴുന്നേറ്റ് ചരിഞ്ഞു തുപ്പാൻ എനിക്ക് കഴിയത്തില്ല. വേസ്റ്റ് കൊണ്ട് എന്നെ നോക്കുന്ന എന്റെ മാതാവോ സ്നേഹിതോ സഹോദരങ്ങളോ അത് ഒപ്പിയെടുക്കും. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട, എന്റെ പുറം മുഴുവൻ പൊട്ടി. ആമേൻ സ്തോത്രം. ചേന ചെത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ബെഡ് സോറ് വന്ന് തൊലി മുഴുവൻ ഇളകിപ്പോയി. ഞാൻ ദൈവത്തോട് പറഞ്ഞു മതി. ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, മതി മതി മതി. ദൈവമക്കളെ, ആമേൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റലില് ആമേൻ സ്തോത്രം ഒരു അമ്മച്ചി എന്നെ കാണാൻ വന്നു. വായി പല്ലില്ലാത്ത ഒരു അമ്മച്ചി, പത്രമോ വേദപുസ്തകമോ വായിക്കാൻ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു അമ്മച്ചി എന്നെ കാണാൻ വന്നപ്പോ കയ്യില് ഓറഞ്ച് ഇല്ല, മുന്തിരിങ്ങ ഇല്ല, തരാൻ പൈസ ഇല്ല, വന്ന വണ്ടിക്കൂലി വരെ ഞങ്ങളാ കൊടുത്തെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നിർദ്ധയായ ഒരു മാതാവ് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ആ മാതാവ് എന്റെ ബെഡിനോട് ചേർന്ന് നിന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നീ പലർക്കും ഒരു അത്ഭുത വിഷയമായി മാറും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഓറഞ്ച് കൊടുത്തില്ലെങ്കിലും, ആപ്പിള് കൊടുത്തില്ലെങ്കിലും, മുന്തിരിങ്ങ കൊടുത്തില്ലെങ്കിലും, പണം കൊടുത്തില്ലെങ്കിലും ആശ്വസിപ്പിക്കുന്ന വാക്ക് പറയാൻ, ധൈര്യപ്പെടുത്തുന്ന വാക്ക് പറയാൻ, ദൈവം സ്ഥിതി മാറ്റുമെന്ന് പറയാൻ, ദൈവം അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുമെന്ന് പറയാൻ, ദൈവം കണ്ണുനീര് തുടയ്ക്കുമെന്ന് പറയാൻ നമ്മുടെ നാവിനെ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. യഥാർത്ഥ ഹോളി സ്പിരിറ്റ് ആണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ, സഹോദരനെ സഹോദരനെന്ന് കണ്ട് സ്നേഹിപ്പാൻ ആമേൻ സ്തോത്രം ആമേൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പാട്ടുപാടുമ്പോൾ കൈയടിച്ച് പറയുന്ന 4 അന്യഭാഷ കൊണ്ട് ഒതുങ്ങുന്നതല്ല ആത്മശക്തി. ആത്മാവിന്റെ ഫലങ്ങളുടെ അകത്ത് യഥാർത്ഥമായി വെളിപ്പെടുത്തുന്നത് ദൈവ സ്നേഹമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവസഭയ്ക്കകത്ത് തണുത്തുപോയത്, ദൈവസഭയ്ക്ക് അകത്ത് വേരറ്റുപോയത്, ഉന്മൂല നാശമായി പോയത് ഈ സ്നേഹമാണെന്ന് പറയുമ്പോൾ ആമേൻ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്കകത്ത് ഒരു ഐക്യത ഉണ്ടാകട്ടെ, സഭയ്ക്കകത്ത് സഹോദരങ്ങൾ തമ്മിൽ ഒരു സ്നേഹമുണ്ടാകട്ടെ, ദൈവമക്കൾ തമ്മിൽ ഒരു സ്നേഹമുണ്ടാകട്ടെ, ദൈവദാസൻ ദൈവമക്കളും തമ്മിൽ ഒരു സ്നേഹമുണ്ടാകട്ടെ, ദൈവമക്കൾ ദൈവദാസനും കുടുംബത്തോട് ഒരു സ്നേഹമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ ആമേൻ പ്രിയപ്പെട്ടവര്, എന്റെ ബന്ധുക്കളോ കസിനോ ആയതുകൊണ്ടല്ല ഈ വചനം പറയുന്നത്. ആമേൻ അതിന് സ്വർഗം സാക്ഷി. ദൈവസഭയോട് പറയാ, ദൈവസഭയ്ക്കകത്ത് സ്നേഹം തണുത്തുപോയെങ്കിൽ എവിടെയോ ദുഷ്ടപിശാച് പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ, മദ്യ
മാധ്യസ്ഥ ചെയ്ത് കരയാൻ, പ്രാർത്ഥിക്കാൻ, ഇടിവിൽ നിൽക്കാൻ, ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആര് തയ്യാറാകുന്നുണ്ടോ അവരുടെ മേലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഇതിനിടയ്ക്ക് അത് വന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ദൈവമക്കളെ ഞാൻ പറയട്ടെ, അന്ന് ആ ഹോസ്പിറ്റൽ റൂമിൽ ഞാൻ ഉറങ്ങി. ആമേൻ, സ്തോത്രം. ഉറക്കത്തിനിടയിൽ എന്റെ ഉള്ളംകാലിൽ ആരോ അടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ശക്തിയോടെ അടിച്ചു. ഞാൻ എന്റെ മുട്ട് കാലനക്കിയിട്ടില്ല, അരയ്ക്ക് താഴെ തളർന്നു കിടക്കുകയെ രണ്ട് കാലും. എന്നാൽ അന്ന് ആ ഉച്ച കഴിഞ്ഞ സമയത്ത് മുട്ടിന് മുകളിൽ എന്റെ കാലും മടങ്ങി നിൽക്കുവാനിടയായി. ആമേൻ, സ്തോത്രം. ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് എന്റെ മുട്ട് കണ്ട് ഞാൻ അലറി. ആമേൻ, സ്തോത്രം. എന്റെ ശബ്ദം കേട്ട് ആമേൻ എന്നെ നോക്കി ആൾ ഓടി വന്നു. ആമേൻ, സ്നേഹിതർ ഓടി വന്നു. ഡോക്ടറെ വിളിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, മർത്തോമക്കാരനായ ഡോക്ടർ ഷെറി അവറുകൾ ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ആ വാതിലിന്റെ കട്ടളയുടെ കൈ കട്ടളയിൽ ഇങ്ങനെ വെച്ചിട്ട് എന്നെ നേരെ വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, ദാറ്റ് ഈസ് എ മിറക്കിൾ. ഹിന്ദു പറഞ്ഞ വാക്ക്, ഹിന്ദു സഹോദരൻ ആമീൻ പറഞ്ഞ വാക്ക് ഒരു മിറക്കിൾ സംഭവിക്കണം. മർത്തോമക്കാരന്റെ വായിൽ നിന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് എ മിറക്കിൾ. ഇന്ന് രാത്രി ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ഞാൻ ബലം നിയമിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം, അന്യഭാഷ പറയുന്നുണ്ട്, സത്യം ദശാംശം കൊടുക്കുന്നുണ്ട്, സ്തോത്ര കാഴ്ച ഇടുന്നുണ്ട്, സഭയുടെ മുൻപന്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അകത്തളങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഇന്ന് രാത്രി ഹീബ്രുവോ ഗ്രീക്കോ ഉറുദുവോ അറബിയോ ഇംഗ്ലീഷോ ചേർത്ത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും മുഴങ്കാൽ മടക്കി ഈ അമ്മച്ചി പറഞ്ഞ പോലെ വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ സാധിച്ചെങ്കിൽ നമ്മുടെ പേരാണ് യഥാർത്ഥ പെന്തക്കോസ്തുകാരൻ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ദൈവമക്കളെ, അത്ഭുതമെന്ന് പറയട്ടെ, അങ്ങോട്ട് സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോയി എന്നെ തമ്പുരാൻ സ്റ്റെപ്പ് ചവിട്ടി. ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ കണ്ടിട്ടുള്ളവർക്കറിയാം, സ്റ്റെപ്പ് ചവിട്ടി ആ നിലയുടെ താഴെ വരെ നടന്നിട്ട് ബൈക്കിലിരുന്ന് യാത്ര ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരാൻ എന്റെ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഇന്ന് രാത്രി അത് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി. ഈ രാത്രിയിലും അവന്റെ കരം കുറുകിപ്പോയിട്ടില്ലെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ICU റൂമില് ആമേൻ വെന്റിലേറ്ററില് ആമേൻ സ്തോത്രം ദൈവത്തിന് സ്ഥിതി മാറ്റാൻ കഴിയും കേട്ടോ. രോഗികളായിരിക്കുന്ന ഡോക്ടർ എഴുതി തന്ന പ്രിസ്ക്രിപ്ഷൻ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ആമേൻ ആമേൻ ആ ട്രീറ്റ്മെന്റ് ആമേൻ അത് എടുക്കട്ടെ, സാരമില്ല. പക്ഷെ അതിനപ്പുറത്ത് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ബെഥസ്ദയുടെ കുടങ്ങലങ്ങുന്ന നീ നോക്കണ്ട, ദൂതൻ ഇറങ്ങുന്ന നീ നോക്കണ്ട. ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ദൈവമേ ഞാൻ വിശ്വസിക്കുന്നെന്ന് പറയാൻ, എന്റെ സ്ഥിതി മാറ്റാൻ, എന്നെ ആദരിക്കാൻ, എനിക്ക് വേണ്ടി തീഷ്ണത കാണിക്കാൻ, എനിക്ക് അവൻ മറുപടി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ വാദോർന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങട്ടെ. ഒരു പ്രസംഗം മുഴുമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ഇതിനകത്ത് ചില വിടുതലുകൾ നടക്കണം. നിങ്ങളുടെ ഭവനത്തിനകത്ത് ചില വിടുതലുകൾ നടക്കണം. പഴക്കം ചെന്ന വിഷയത്തെ ദൈവാത്മാവ് ചൂണ്ടുന്നു. ആമേൻ, പഴക്കം ചെന്ന ചില വിഷയത്തെ സാധിക്കത്തില്ലെന്ന്, കഴിഞ്ഞുപോയെന്ന്, തീർന്നുപോയെന്ന് പറഞ്ഞ ചില വിഷയത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടാൻ പോകുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടാൻ പോകുകയാ. എന്നോട് ചേർന്ന് ആത്മാവിലൊന്ന് വന്നേ ദൈവമക്കളെ. ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനത്തിനകത്ത് തന്നെ ചില വിടുതലുകൾ നടക്കാൻ പോകുകയാ. അങ്ങ് മൈലുകൾക്കപ്പുറത്ത് നാട്ടിൽ ആമേൻ ദൈവിക വിടുതൽ നടക്കാൻ പോകുകയാ. അതിന്റെ വാർത്ത നിങ്ങളുടെ കാതിൽ കേൾക്കാൻ പോകുകയാ. മൈലുകൾക്കപ്പുറത്ത് നിങ്ങളുടെ വിഷയം ഇരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കോമൺ ആയിട്ടല്ല ഇത് പറയുന്നത്, വ്യക്തിപരമായി ചിലരോട് ദൈവാത്മാവ് ഇടപെടുന്നു, വ്യക്തിപരമായി ഇടപെടുന്നു. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത ചില വിഷയത്തിനുമേൽ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അത് ആത്മാവിൽ തിരിച്ചറിയുന്നു. വിശ്വസിക്കുന്നവർ ചേർന്നാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, സമയം പോകുന്നല്ലോ, മുൻപോട്ട് വരാം. സ്തോത്രം. ആമേൻ, സ്തോത്രം. മൂന്ന് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ആമേൻ സ്തോത്രം, തീഷ്ണത കാണിക്കുന്ന ദൈവം. രണ്ട്, ആചരിക്കുന്ന ദൈവം. മൂന്ന്, ഉത്തരമരുളുന്ന ദൈവം. അതിന് താഴെ കാണുന്ന ആമേൻ സ്തോത്രം 3 കാര്യങ്ങൾ അതുകൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. 3 കാര്യങ്ങൾ. 19-ാം വാക്യം കൂടെ അത് വായിച്ചു സഹായിച്ചാട്ടെ. യെസ്, 19-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് ഉത്തരവാദിയത് ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. 3 പദങ്ങൾ. ഒന്ന്, സമയം പോകുന്നല്ലോ. താങ്ക് യു ആന്റി. ആമേൻ. 3 വാക്കുകൾ. ഒന്ന്, ധാന്യം. 2, വീഞ്ഞ്. 3, എണ്ണ. ചേർന്നൊന്ന് പറയാമോ?
ധാന്യം, വീഞ്ഞ് എണ്ണ. ധാന്യം സമ്പത്തിനെ കാണിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ വിശുദ്ധ വേദപുസ്തകം കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഇതിനകത്തൊരു കുറിപ്പില്ല. പരിശുദ്ധാത്മാവിൽ കുറിപ്പുണ്ട്, തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ താഴോട്ട് നോക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ധാന്യം തരും, നിങ്ങൾക്ക് വീഞ്ഞു തരും, നിങ്ങൾക്ക് എണ്ണ തരും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ സ്തോത്രം പറഞ്ഞ ഈ 19ാമത് ദിനം രാത്രിയിൽ തീഷ്ണത കാണിക്കുന്ന ദൈവം, ആമേൻ സ്തോത്രം. ദൈവമേ ആമേൻ, എന്നെ ആദരിക്കുന്ന ദൈവം, ആമേൻ സ്തോത്രം സ്തോത്രം, എനിക്ക് ഉത്തരമരുളുന്ന ദൈവം എനിക്ക് ധാന്യം തരുമെന്ന് പറ. ഇത് പ്രോസ്പെരിറ്റി തിയോളജി അല്ല, അനുഗ്രഹത്തിന്റെ മാത്രം ദൂതല്ല. ഇടിവിൽ നിന്ന് കരയുന്ന, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന നിങ്ങളോടാ പറയുന്നത്, ആമേൻ സ്തോത്രം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞാൽ ധാന്യം നന്മയെ കാണിക്കുകയാണ്. നാളുകളായി മുടങ്ങിക്കിടക്കുന്ന നന്മകൾ ഇന്ന് രാത്രി തുറന്നു വരട്ടെ എന്ന് പറഞ്ഞാൽ, ആമേൻ എഫദ എന്ന വാക്കുകൊണ്ട് ആമേൻ ചിലതിനെ തുറന്നു വന്നെങ്കിൽ, ഏറ്റെടുത്തോ ദൂത്, ആമേൻ എഫദ എന്ന വാക്ക് ആമേൻ പറയുമ്പം തന്നെ അതിനകത്തൊന്ന് തുറന്നു വന്നെങ്കിൽ, യേശുവിന് പുറത്തുനിന്ന് വന്നതല്ല, അകത്തളത്തിലുള്ളത് തുറന്നു വന്നെന്ന് അതിന്റെ അർത്ഥം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അകത്തളത്തിൽ അടച്ചു വെച്ചത്, പൂട്ടി വെച്ചത് ധാന്യമായി, നന്മയായി അകത്തളത്തിൽ അകപ്പെടുത്തി കളഞ്ഞത്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. നിയമങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടാകാം, അധികാരികൾ തടഞ്ഞു വെച്ചിട്ടുണ്ടാകാം, പ്രമോഷൻസ് തടഞ്ഞു വെച്ചിട്ടുണ്ടാകാം, ജോലിയുടെ പേപ്പർ തടഞ്ഞു വെച്ചിട്ടുണ്ടാകാം, നിനക്ക് ലഭിക്കേണ്ട നന്മ തടഞ്ഞു വെച്ചിട്ടുണ്ടാകാം, അർഹതപ്പെട്ടത് തടഞ്ഞു വെച്ചിട്ടുണ്ടാകാം. ഇന്ന് രാത്രി അതിനെയൊക്കെ റിലീസ് ചെയ്ത് വിടാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ പരസ്യ പ്രഖ്യാപനം ചെയ്യുമ്പോൾ എത്ര പേർക്ക് ആത്മാവിന് ദൂത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ആത്മാവിൽ ഞാൻ ഇന്ന് രാത്രി സന്തോഷിക്കുന്നു. ധാന്യം നിന്റെ വീടിനകത്തെത്താൻ പോകുകയാ. സമ്പത്ത് കിട്ടാൻ മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലിത്. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, അർഹതപ്പെട്ട ചില ധാന്യങ്ങൾ മുടങ്ങി വെക്കുക. ധാന്യം വെട്ടിക്കിളി നശിപ്പിച്ചത്, തുള്ളൽ കൊണ്ടുപോയത്, പുഴു നശിപ്പിച്ചുകൊണ്ട് പോയത്, ആമേൻ ദൈവം നിനക്ക് മടക്കി തരാൻ പോകുകയാ. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാ. ഈ രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടോ? ധാന്യം നിനക്ക് ദൈവം തരാൻ പോവുകയാണ്. ഈ ദേശത്ത് ദൈവം നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ ചില ധാന്യം ദൈവം നിനക്ക് തരാൻ പോവുക എന്ന് പറഞ്ഞാൽ, ഈ ദൂതിനകത്ത് ആമേൻ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ധാന്യം തരും. ആമേൻ പറഞ്ഞോ? ഇത് പ്രോസ്പെരിറ്റി, അനുഗ്രഹത്തിന്റെ ദൂത് മാത്രമല്ല, മുടങ്ങിക്കിടക്കുന്ന ചിലതിനോടാ ദൈവാത്മാവ് ഇടപെടുന്നത്. ചിലതൊക്കെ ആമേൻ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അതിനെ പൊട്ടിച്ചു പുറത്തു വരാൻ ദൈവാത്മാവ് കൽപ്പിക്കാൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണം മാത്രം നടന്നുകൊണ്ടിരുന്നൊരു ദേശം. ഞാൻ വാക്യം വായിപ്പിക്കുന്നില്ല, ചരിത്രം പറയുമ്പോൾ നിങ്ങൾക്കറിയാം. മരണം മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ദേശം നിങ്ങൾക്കറിയാമോ? മരണം മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ദേശത്ത് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നാളെ ഈ നേരത്ത്, അറിയാവുന്നവർ പറഞ്ഞു, ശമരിയുടെ പടിവാതിക്കൽ ധാന്യം വിളമ്പാൻ പോവാ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ആ ദൂത് പറയുന്നേ, നാളെ ഈ നേരത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം 9 മണി കഴിഞ്ഞ ഈ സമയം സത്യം. പക്ഷെ ഈ 9 മണി കഴിഞ്ഞ സമയത്ത് വിശ്വസിക്കാമോ? നാളെ ഈ നേരത്തിന് മുൻപ് ശമരിയുടെ പടിവാതിക്ക് ചില ധാന്യം എന്റെ മടിയിലെത്താൻ പോകുക. പൂട്ടിയിട്ടത് ആമേ ശത്രു അകപ്പെടുത്തി വെച്ചത്, ശത്രു തടഞ്ഞു വെച്ചത് ആത്മാവിൽ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞോളാം. ധാന്യത്തിന്റെ മുൻപിൽ വിളമ്പാൻ പോവുകയാണ്. കണ്ടു നിൽക്കുന്നവര് കുറെ പേരുണ്ട്, കേട്ടവര് കുറെ പേരുണ്ട്. പക്ഷെ അതിനകത്ത് ചിലര് ആമേൻ പ്രാപിക്കാൻ തയ്യാറായി വന്നു, പ്രാപിക്കാൻ ഒരുങ്ങി വന്നു. ഇന്ന് രാത്രി കേട്ടവരല്ല വിഷയം, ആമേൻ കണ്ടു നിൽക്കുന്നവരല്ല വിഷയം. പ്രാപിക്കാൻ ഒരു കൂട്ടർ ആളുകളെ ദൈവം ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദൈവമേ, ആ വ്യക്തികളിൽ ഞാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചില ധാന്യങ്ങളെ തടഞ്ഞു വെച്ചത്, ചില നന്മ തടഞ്ഞു വെച്ചത്, ചില നന്മകളെ ആമേൻ അടച്ചു വെച്ചത് തമ്പുരാൻ റിലീസ് ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നവർ അല്പസമയം ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്ക്. ആമേൻ തടഞ്ഞു വെച്ച ദുഷ്ടപിശാചേ, ഇന്ന് രാത്രി ദൈവ മക്കളുടെ നന്മയെ തടയാൻ നിനക്ക് അവകാശമില്ല. യേശുവിന്റെ നാമത്തിൽ ആ ഡെലിവറൻസ് നടക്കട്ടെ. ഈ രാത്രി റൂമിലിരുന്ന് പ്രഖ്യാപിക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ.
രക്തത്താൽ ജയമെടുക്കുകയാണ്. ദൈവമക്കളെ, മനസ്സിലാകുന്നുണ്ടോ? മരണമാ നാളെ മുൻപിൽ. മരിച്ചു വീഴുന്നവരുടെ കൂട്ടത്തിൽ എന്റെ ഡെഡ് ബോഡിയും കാണാൻ കൊതിച്ചു നിൽക്കുകയെന്ന കഴുകന്മാർ ചുറ്റിപ്പറക്കുകയാ. പക്ഷേ പത്മോസ് ദ്വീപിനെ കുറിച്ച് നിങ്ങൾ നോക്കിക്കേ. പത്മോസ് ദ്വീപിൽ സ്തോത്രം വാതിലുകൾ കൊട്ടിയടച്ചു. ഡൊമീഷ്യൻ പറഞ്ഞു, മേലാൽ ഇങ്ങോട്ട് വരരുത്. അസ്ഥിക്കൂമ്പാരങ്ങൾ വിളിച്ചു പറഞ്ഞു, നാളെ നിന്റെ അവസ്ഥയും ഇതേ അവസ്ഥയായി മാറും. കഴുകന്മാർ പറഞ്ഞു, ഇന്നത്തെ ഒരു ദിവസം കൂടെ ഒരുപക്ഷെ കാണും, നാളെ നിന്റെ ശരീരത്തിലെ മാംസം ഞങ്ങൾക്കുള്ളതാ. ഇന്ന് രാത്രി വചനം പറയുന്നു, സ്തോത്രം, കൊള്ള പങ്കിടുമെന്ന് പറഞ്ഞ് പിന്തുടരുന്ന പൈശാചിക ശക്തികളെ പിന്തുടരും, പിടിക്കും. എന്റെ ആശ അവനാൽ നിവൃത്തിയാകുമെന്ന് പറഞ്ഞ് പിന്തുടർച്ചയുടെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്തൃ ദിവസത്തിൽ ദൈവദാസൻ ആത്മവിവശതയിലായി. ദൈവമക്കളെ, എല്ലാ വാതിലുകളും അടയും നിന്റെ മുൻപിൽ. പക്ഷെ വിശ്വസിക്കാമോ? ഒരു വഴി തമ്പുരാൻ നിനക്ക് വേണ്ടി തുറക്കും. ഒരു വാതിൽ നിനക്ക് വേണ്ടി ദൈവം തുറക്കും. ദൈവമക്കൾ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധാന്യം തരുന്ന ദൈവം, ധാന്യം തരുന്ന ദൈവം. രണ്ടാമത്തെ ധാന്യം വ്യാഖ്യാനം, സ്തോത്രം, നന്മ തരുന്ന ദൈവം. രണ്ടാമത്തെ കാര്യം വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുക. വെളിപ്പാട് വചനത്തിന്റെ പൊരുൾ പഠിക്കുന്നവർക്കറിയാം, വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുകയാ. എവിടെയൊക്കെയോ സമയം പോകും നമുക്ക്. എനിക്കറിയാം, അതുകൊണ്ട് വേഗത്തിൽ പറയട്ടെ. സ്തോത്രം, സന്തോഷം അടച്ചു വെച്ചിരിക്കുകയാ, ആനന്ദം അടച്ചു വെച്ചിരിക്കുക. നല്ലതായിട്ടൊന്ന് ചിരിച്ചിട്ട് എത്ര നാളായി ദൈവമക്കളെ. സ്തോത്രം, ഈ പദം പറയുമ്പോൾ എല്ലാവരോടുമല്ല, അകത്തളങ്ങളിൽ ഊമി നീറുന്നത് പോലെ നീറുന്ന ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളോട് പറയുക, ദൈവം നിനക്ക് വീഞ്ഞ് തരാൻ പോവുക എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് സന്തോഷം തരാൻ പോവുകയാ, ദൈവം നിനക്ക് ആനന്ദം തരാൻ പോവുകയാ. എന്തിനു വേണ്ടിയാ നിനക്ക് തീഷ്ണത കാണിച്ചെന്നറിയാമോ? എന്തിനു വേണ്ടിയാ സ്തോത്രം നിന്നെ ആദരിക്കുന്നതെന്നറിയാമോ? എന്തിനു വേണ്ടിയാ നിനക്ക് ഉത്തരം തരുന്നതെന്നറിയാമോ? നന്മ തരാൻ മാത്രമല്ല, നന്മ അനുഭവിക്കാൻ സന്തോഷം കൂടെ നിനക്ക് വേണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം, അംബാനിയൊക്കെ ഉറങ്ങിയിട്ട് എത്ര നാളായി കാണുമെന്നറിയാമോ? പക്ഷെ അന്നന്ന് തന്റെ നാഥൻ ഉറക്കം തരുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ പോലും ചില നന്മകൾ നമുക്ക് വേണ്ടി തമ്പുരാൻ തന്നുകൊണ്ടിരിക്കുക. തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ചുറങ്ങുമ്പോ ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല, അവൻ നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് വേണ്ടി തീഷ്ണത കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ഉപവാസത്തിന്റെ ദിനത്തിലും അവൻ നമുക്ക് വേണ്ടി തീഷ്ണത കാണിക്കുക. അവൻ നമ്മെ ആചരിക്കുന്ന ദിനങ്ങൾ മുൻപിലുണ്ട്. അവൻ നമുക്ക് വേണ്ടി ഉത്തരം അരുളി ചെയ്തിരിക്കുക. പറഞ്ഞിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒന്നാമത്തെ പദം കണ്ടോ? അവൻ ധാന്യം തരും. 2 വീഞ്ഞ് തരും. മൂന്നാമത്തെ വിഷയം, വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുന്നു. മൂന്നാമത്തെ വിഷയം, എണ്ണ നൽകും. എണ്ണ അഭിഷേകത്തെ കാണിക്കുക. ആ പദം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. ദൈവമക്കളെ, സ്തോത്രം, എണ്ണ അഭിഷേകത്തെ കാണിക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം, നിന്റെ വീട്ടിൽ എന്തുണ്ടെന്നാ ചോദിച്ചേ. നിന്റെ വീട്ടിൽ എന്തോ ഉണ്ടെന്ന് ചോദിച്ചപ്പോ സ്തോത്രം സഹോദരി പറഞ്ഞു, അല്പം എണ്ണയുള്ളെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവൻ, ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത ദൈവം നിന്നോട് ചോദിക്കുക, നിനക്ക് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമുണ്ടെങ്കിൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നന്മയ്ക്ക് മാത്രമല്ല ഞാൻ ഇരുന്നത്, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല ഇരുന്നത്. ദൈവമേ, അഭിഷേകത്തിനൊരു ശക്തി എനിക്ക് വേണം, അഭിഷേകത്തിനൊരു നിറവ് എനിക്ക് വേണം. ഹല്ലേലൂയ. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. അറിയാവുന്നവർ പ്രതികരിച്ച്, എന്റെ ദൈവത്താ ഞാൻ വാതിൽ ചാടിക്കിടക്കും. ഒരു പ്രതികൂലം നിന്റെ മുൻപിൽ വരുന്നുണ്ട്, ഒരു സൈന്യം നിന്റെ മുൻപിൽ വരുന്നുണ്ട്, ഒരു യുദ്ധം നിന്റെ നേരെ വരുന്നുണ്ട്. നിനക്ക് തനിയെ ഈ യുദ്ധം ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു പദം അവിടെ പറയുക, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലായിരുന്നു. ദൈവമക്കളെ, ആത്മാവിലെ വചനമൊന്ന് ചേർന്ന് പറഞ്ഞ്, ശക്തി കുറഞ്ഞവരോടായി ദൂത്, ബലം കുറഞ്ഞവരോടായി ദൂത് ഈ രാത്രി പ്രാപിച്ചെടുത്തു. സൂം മീറ്റിംഗ്
ബ്ലെസ്സിങ്ങിന് പരിധിയുണ്ട്. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, എന്റെ ആത്മാവിന് പരിധിയില്ല, എന്റെ ആത്മാവിന് അതിരുകളില്ല. ഇന്ന് രാത്രി ഭവനത്തിന്റെ അകത്തളത്തിലേക്ക്, അടയപ്പെട്ട ചില മണ്ഡലങ്ങളിലേക്ക്, പിശാച് പൂട്ടിയിട്ട ചില മണ്ഡലങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് റിലീസ് ചെയ്യുകയാണ്. ഈ ദൂതിനെ ഞാൻ വിടുകയാണ് യേശുവിന്റെ നാമത്തിൽ. അത് കാര്യം സാധിപ്പിക്കുന്ന നാൾ വരെ അത് പ്രവർത്തിക്കും. ആ വചനത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ എണ്ണ, അവൻ ധാന്യം, അവൻ വീഞ്ഞ് തരുന്ന ദൈവമാണ്. ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാമോ? എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുക. സമയത്തിന് ഞാൻ വളരെ വില കൊടുക്കുന്ന ആ വ്യക്തിയാണ്. ദൈവമക്കളെ, എനിക്ക് തന്ന സമയം ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ ഉണ്ട്. ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഒരു പ്രസംഗമല്ല ദൈവമക്കളെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്കിങ്ങനെ ഒരു അവസരം തന്നെങ്കിൽ ഇതിനകത്ത് ചില വിടുതലുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അത് വിശ്വസിക്കുന്നു. അത് നടന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ശമനതര ഘടകസിയ എല്ലാവരും കണ്ണുകൾ നടച്ചു പ്രാർത്ഥിച്ച്, എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ചില രോഗികളെ രാത്രി തൊടണമേ. രാത്രി ചില രോഗികളെ സൗഖ്യമാക്കണമേ. രാത്രി കർത്താവേ, ചില പ്രശ്നങ്ങളിൽ നീറുന്ന ചില വിഷയങ്ങളെ ദൈവത്തിന്റെ കരുണിക്കണമേ. തീഷ്ണത കാണിക്കുന്ന ദൈവമേ, ഉത്തരമരുളും ദൈവമേ, ഇന്ന് രാത്രി അവർക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണമേ. യേശുവിന്റെ നാമത്തില് ദൈവവരെ ഒന്ന് ആചരിക്കണമേ. ദൈവവരെ ഒന്ന് ആചരിക്കണമേ. ദൈവവരെ ഒന്ന് ആചരിക്കണമേ. ദൈവവരെ ഒന്ന് ആചരിക്കണമേ. ദൈവം ആചരിക്കണമേ കർത്താവേ. നിന്റെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ രാത്രി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് സംബന്ധിച്ചവർ മാത്രമല്ല, ആ സഭയിൽ ആരാധിക്കുന്ന സകല ജനത്തെയും, ജോലിക്ക് കടന്നുപോയിരിക്കുന്ന സകല ജനത്തെയും, കുഞ്ഞുകുട്ടി അപാല വിത്തം ജനങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ, ബന്ധുക്കൾ, ചർച്ചക്കാർ, അവരുടെ വിഷയങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന നിന്റെ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ റൂമിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവിക ഒരു ആദരവ്, ദൈവിക ഒരു വിടുതൽ, ദൈവിക ഒരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന നാഥ. അടച്ച വഴികൾ തുറന്നു വരട്ടെ. ദൂട്ടൻ കെട്ടിയ കെട്ടുകൾ പൊട്ടിമാറട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു മാറട്ടെ. ഇരുട്ടിന്റെ തേർ വാഴ്ചകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കരങ്ങൾ അടിച്ച് അല്പസമയം ദൈവത്തിന് ആരാധിച്ചു. അല്പസമയം ശാന്തമായി ആ കരങ്ങൾ മഹത്വപ്പെടുത്ത്. എല്ലാവരും നിങ്ങളുടെ റൂമുകളിൽ സാന്നിധ്യത്തിൽ ചില നന്മകൾ, ചില സന്തോഷത്തിന്റെ മാറ്റി സന്തോഷം മുടിപ്പിക്കുന്ന ദൈവമേ, വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവമേ, യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വീഞ്ഞിന്റെ അനുഭവം, ധാന്യത്തിന്റെ അനുഭവം, എണ്ണയുടെ അനുഭവം, ഒരു പുതിയ നിറവ്, ആത്മാവിന്റെ ഒരു പുതിയ ശക്തി ജനത്തിനു മേൽ അവിടുന്ന് കൈമാറുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു കർത്താവേ. രക്തത്താൽ വചനത്താൽ ജയം. ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വലിയ ദാസനെയും കുടുംബത്തെയും സഭയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അവൻ നമുക്ക് വേണ്ടി തീഷ്ണത കാണിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ സ്തോത്രം ആദരിക്കുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി ഉത്തരമരുളും ദൈവമാണ്. May God bless you all. Thank you.